Hello friends, welcome back. You can see our next topic, fiscal policy. Here we will discuss, objectives of fiscal policy. What are the major techniques or measures or methods of fiscal policy, and also what are the major limitations of fiscal policy. Okay, ഒരു general essay topic ആണ് finish ചെയ്യണേ. അതുപോലെ തന്നെ 5 മാർക്ക് ടോപ്പിക്കോ അല്ലെങ്കിൽ 2 മാർക്ക് ടോപ്പിക്കോ ഒക്കെ പറഞ്ഞാൽ മനോഹരമായിട്ടുള്ള ഒരു ആൻസർ ചെയ്യാൻ വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ വൺ ബൈ വൺ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഫിസ്ക്കൽ പോളിസി ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ് ടോപ്പിക്. ഫിസ്ക്കൽ എക്കണോമിക്സ് ഓർ പബ്ലിക് ഫൈനാൻസ്, അതുപോലെ തന്നെ ഇൻട്രോഡക്ടറി എക്കണോമിക്സ് സെക്കൻഡ്, മാക്രോ എക്കണോമിക്സിലൊക്കെ വരുന്ന വളരെ വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. ഓക്കെ, പല വിദ്യാർത്ഥികൾ പേഴ്സണൽ ആയിട്ട് എന്നോട് റിക്വസ്റ്റ് ചെയ്തിരുന്നു യൂട്യൂബിലെ ഫിസ്ക്കൽ പോളിസി അതുപോലെ മോണിറ്ററി പോളിസിന്റെ ക്ലാസ് ഹാൻഡിൽ ചെയ്യണം. മോണിറ്ററി പോളിസിന്റെ ക്ലാസ് ഓൾറെഡി ഞാൻ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ബാങ്കിങ് സെക്കൻഡ് അതുപോലെ ഇൻട്രോഡക്ടറി എക്കണോമിക്സ് സെക്കൻഡിന്റെ പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ എല്ലാ കോമ്പണൻസും മോണിറ്ററി പോളിസിന്റെ ബാങ്ക് റേറ്റ്, CRR, SLR, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ്, റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ്, MSF മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി ആൻഡ് ഓൾസോ ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ ടെക്നിക്സ് ഒക്കെ A to Z സിമ്പിൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കാണാം. കാരണം എസ്എ ടോപ്പിക് ഷുവറാണ്. ഇൻട്രോഡക്ടറി എക്കണോമിക്സിലാണെങ്കിൽ ബാങ്കിങ്, മണി ആൻഡ് ബാങ്കിങ്ങിൽ വരുന്ന പ്രധാനപ്പെട്ട ടോപ്പിക് ആണെന്ത്, കൊമേഴ്ഷ്യൽ ബാങ്ക്സ് അതുപോലെ സെൻട്രൽ ബാങ്ക്സ്, ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ ടെക്നിക്സ് ആൻഡ് ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ ടെക്നിക്സ്. അതുപോലെ തന്നെ മൈക്രോ എക്കണോമിക്സിലൊക്കെ വളരെ പ്രധാനപ്പെട്ട ഏരിയ ആണെന്ത്, മോണിറ്ററി പോളിസി എന്ന് പറയുന്നത്. ഓക്കെ, വി ക്യാൻ ഡിസ്കസ് ഫസ്റ്റ് ദ മീനിങ് ഓഫ് ഫിസ്ക്കൽ പോളിസി. ഓക്കെ, അതുപോലെ തന്നെ ഈ ടോപ്പിക്കിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ മനസ്സിലാക്കണം. സി, ഫിസ്ക്കൽ പോളിസി ദാറ്റ് ഈസ് ഓൺലി എ പാർട്ട് ഓഫ് എക്കണോമിക് പോളിസീസ്. ഞാൻ ഒരു ജനറൽ ഐഡിയ നിങ്ങൾക്ക് നൽകുകയാണ്. എക്കണോമിക് പോളിസീസ്, ഓക്കെ, ജനറലി എക്കണോമിക് പോളിസീസ് കൺസിസ്റ്റ് ഓഫ് ടു ബ്രോഡ് പോളിസീസ്. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ മോണിറ്ററി പോളിസി. ഓക്കെ, ഞാൻ ജസ്റ്റ് പറഞ്ഞിട്ടുള്ളൂ മോണിറ്ററി പോളിസി. And second one, fiscal policy. That is, fiscal policy. Then please understand, monetary policy, that is the policy designed by the central bank of the country. For example, in India, it is done by RBI, Reserve Bank of India. Okay. American Central Bank is Federal Reserve System. China Central Bank is People's Bank of China. Simple ആയിട്ട് മനസ്സിലാക്കേണ്ടത്, മോണിറ്ററി പോളിസി is the policies designed and implemented by the central bank of the country. In India it is done by RBI. ഇവിടെ മോണിറ്ററി MONE, that is money. കാരണം നമുക്കറിയാം നോട്ട് ഇഷ്യൂ ചെയ്യാനുള്ള പവർ ആർക്കാണ്, മൊണോപ്പൊളി ആർക്കാണ്, സെൻട്രൽ ബാങ്ക് ഓഫ് ദി കൺട്രി. ഓക്കെ, സെൻട്രൽ ബാങ്ക് ആക്ച്വലി എൻജോയ് ചെയ്യുന്നത് മൊണോപ്പൊളി ഓഫ് നോട്ട് ഇഷ്യൂ, റൈറ്റ്? സോ മോണിറ്ററി പോളിസി ഇവിടെ ഞാൻ പറഞ്ഞു ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് വീഡിയോസ് കാണാം. ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതിന്റെ ലിങ്ക് കൊടുക്കുക, റിലേറ്റഡ് വീഡിയോസിന്റെ ലിങ്ക് കൊടുക്കുക, നിങ്ങൾക്ക് കാണാം. കാരണം മൈക്രോ എക്കണോമിക്സ്, ഇൻട്രോഡക്ടറി എക്കണോമിക്സ് എല്ലാ മേഖലയിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ടോപ്പിക്കാണ്. സോ മോണിറ്ററി പോളിസി, സി, ദാറ്റ് ഈസ് ഡൺ ബൈ സെൻട്രൽ ബാങ്ക് ഓഫ് ദി കൺട്രി, റൈറ്റ്? Now what about fiscal policy? Fiscal policy is the policy chalked out or designed or framed by the central government of the country, or simply we can say government of the country. ഒരു രാജ്യത്തിന്റെ ഗവൺമെന്റ് നടപ്പിലാക്കുന്ന നയങ്ങളെ വിളിക്കുന്ന പേരാണത് ഫിസ്ക്കൽ പോളിസി. നിങ്ങൾ ആലോചിക്കുക, ഈ ഫിസ്ക് എന്ന് പറയുന്ന ഈ ടേം നിങ്ങൾ ആലോചിച്ചാൽ അതിന്റെ മീനിങ് കിട്ടും. ഫിസ്ക് മീൻസ് പബ്ലിക് ട്രഷറി എന്നാണ്. ഓക്കെ, UK-ലൊക്കെ അതിനെ വിളിക്കുക എക്സ്റ്റിക്കർ ആണ്, പബ്ലിക് എക്സ്റ്റിക്കർ, റൈറ്റ്? അഥവാ പൊതു ഖജനാവ്, ട്രഷറി അല്ലെ? ട്രഷറിയിൽ എന്താ, ആരാണ് ഡീൽ ചെയ്യുന്നത്, ആരെ മാനേജ് ചെയ്യുന്നത്? ഗവൺമെന്റിന്റെ ആക്ടിവിറ്റീസ് ആണ്. So fiscal policy, that is the policy of the government. Okay, confusion ഇല്ലല്ലോ. അതുപോലെ തന്നെ ഞാൻ ജസ്റ്റ് ഒരു കമ്പയർ ചെയ്ത് പറയാം, നമുക്ക് എസ്ഐക്ക് എക്കണോമിക് പോളിസീസിനെ കുറിച്ചിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് എഴുതാൻ പറ്റും. See, monetary policy that mainly consists of two measures. That is, first one, quantitative credit control techniques. Quantitative credit control techniques. And second one is, qualitative credit control techniques. Qualitative. Okay. It is selective. ഒരു പർട്ടിക്കുലർ സെക്ടറിനെ ബാധിക്കുന്നതാണ് ക്വാളിറ്റേറ്റീവ്, എക്കോണമിയെ മൊത്തമായിട്ട് ബാധിക്കുന്നതാണ് ക്വാണ്ടിറ്റേറ്റീവ് അഥവാ ജനറൽ ക്രെഡിറ്റ് കൺട്രോൾ ടെക്നിക്സ്. ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ ടെക്നിക്സ് വരുന്നതാണ് ബാങ്ക് റേറ്റ്, ക്യാഷ് റിസർവ് റേഷ്യോ, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ്,
repo rate, reverse repo rate, MSF, marginal standing facility. It latest one the MSF. Qualitative credit control techniques of RBI that include variations in margin requirements. Similarly, regulation of consumer credit, direct action, moral suasion, publicity, and so on. Okay. ഇത്രയും കാര്യങ്ങളാണ് മോണിറ്ററി പോളിസിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. Similarly, the primary objective of monetary policy is price stability, economic stability. അങ്ങനെ പറയാം സിമ്പിൾ ആയിട്ട്. Okay. Economic stability or price stability is the ultimate aim of monetary policy. Okay. That is by regulating both inflation and deflation. പണപ്പെരുപ്പവും പണച്ചുരുക്കവും റെഗുലേറ്റ് ചെയ്ത് എക്കോണമിയെ സ്റ്റേബിൾ ആയിട്ട് കൊണ്ടുപോകുന്നതാണ് ആരുടെ മോണിറ്ററി പോളിസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്. That is, we know price stability is the prerequisite for economic growth. Okay. Fiscal policy, monetary policy തമ്മിൽ അടികൂടുന്ന പോളിസീസ് അല്ല. Both are complementary to each other. Okay. Please understand that element. Now what about fiscal policy? See, fiscal policy, the primary objective, goal, പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് economic growth. Right? Economic growth. That is the primary objective of fiscal policy. Now what are the major instruments that come under fiscal policy? That is taxation, second one public expenditure, third one public borrowing, and fourth one budget. Okay, these are the major instruments of fiscal policy. Monetary policy instruments are again quantitative credit control techniques, bank rates, CRR, etc., and qualitative credit control techniques. Okay, പണവും പരമായിട്ട് അതുപോലെ ഇൻട്രസ്റ്റ് റേറ്റ്, കാരണം RBIന്റെ ഒക്കെ ഇന്റർവെൻഷൻസ് ബാധിക്കുക അവൈലബിലിറ്റി ഓഫ് മണി സപ്ലൈ, അതുപോലെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഓക്കെ, ഇൻഫ്ലേഷൻ ഉള്ള സമയത്ത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂട്ടും, അതുപോലെ സപ്ലൈ ഓഫ് മണി കുറയും. ഡീഫ്ലേഷൻ ക്രൈസിസ് ആണെങ്കിൽ RBI എന്ത് ചെയ്യും? എക്സ്പാൻഷനറി മോണിറ്ററി പോളിസി അഥവാ ചീപ്പ് മോണിറ്ററി പോളിസി ഓർ സ്റ്റിമുലസ് പാക്കേജ്, അതിലെന്ത് ചെയ്യും? സപ്ലൈ ഓഫ് മണി കൂട്ടും, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൊടുക്കും. ഇൻഫ്ലേഷൻ ആണെങ്കിൽ കോൺട്രാക്ഷണറി മോണിറ്ററി പോളിസി ആയിരിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മോണിറ്ററി പോളിസിയെ പറ്റി മനസ്സിലാക്കുക. രണ്ട് ടോപ്പിക്കും വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കിയാൽ സിമ്പിൾ ആയിട്ട് നമുക്ക് എക്സാമിൽ പെർഫോം ചെയ്യാൻ പറ്റും. ഓക്കെ, വെരി ഇൻട്രസ്റ്റിംഗ് ടോപ്പിക് ആണ്. See, this is about fiscal policy. ഇവിടെ വരുന്ന മെഷേഴ്സ് പ്രധാനപ്പെട്ട 4 മെഷേഴ്സ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മുടെ സബ്ജക്ട് മാറ്റർ അല്ലെ, പബ്ലിക് ഫൈനാൻസ് ഓർ ഫിസ്ക്കൽ എക്കണോമിക്സിലൊക്കെ അതിന്റെ സബ്ജക്ട് മാറ്റർ പബ്ലിക് റവന്യൂ. ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. That is public revenue. That is the one of the techniques of fiscal policy or taxation, public expenditure, public borrowing, and budget. ഇതൊക്കെ സബ്ജക്ട് മാറ്റർ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് പ്രീവിയസ് വീഡിയോസിലൊക്കെ തറവായിട്ട് ഡിസ്കസ് ചെയ്ത എലമെന്റ്സ്. Before discussing the techniques of fiscal policy, we need to understand what is the definition of fiscal policy. Okay, Arthur Smith is വളരെ മനോഹരമായിട്ടുള്ള ഒരു ഡെഫിനിഷൻ നൽകിയിട്ടുണ്ട്. Let us watch 2 definitions of fiscal policy. Arthur Smith has defined fiscal policy as a policy under which the government uses its expenditure and revenue program to produce desirable effect. Desirable effect എന്ന് പറഞ്ഞാൽ good effect, അഭിലഷണീയമായിട്ടുള്ള effect, and avoid undesirable effects, that is bad effects, അനഭിലഷണീയമായിട്ടുള്ള effects on the national income, production, and employment. Okay. Similarly, Harvey and Johnson define fiscal policy as changes in government expenditure and taxation designed to influence the pattern and level of economic activities. ആ രണ്ട് ഡെഫിനിഷനിലും പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് എന്താണ്? ഗവൺമെന്റ്സ് ഇന്റർവെൻഷൻസ് ഓർ പോളിസീസ് അസോസിയേറ്റഡ് വിത്ത് taxation and expenditure, which is actually intended to influence the economic activities and produce desirable effects and avoid undesirable effects. Good effects, national income കൂട്ടുക, economic growth വർദ്ധിപ്പിക്കുക, employment generation ഉണ്ടാവുക, economic fluctuations ഒഴിവാക്കുക. Okay, undesirable effects, അനഭിലഷണീയമായ bad effects ഇല്ലാതാക്കുക. Okay, ഇങ്ങനെയാണ് ഫിസ്ക്കൽ പോളിസി ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഫിസ്ക്കൽ പോളിസി എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ മനസ്സിലേക്ക് വരേണ്ട എക്കണോമിസ്റ്റിന്റെ പേരാണ് ജോൺ മെനാർഡ് കെയ്ൻസ്. ഓക്കെ, ക്ലാസിക്കൽ എക്കണോമിസ്റ്റ് ഫിസ്ക്കൽ പോളിസി വേണ്ടെന്ന് പറഞ്ഞ ആൾക്കാരാണ്. Every tax is an evil and every public expenditure is unproductive. According to classical economists, we know the concept like laissez-faire system. Okay, government intervention is not required in economic activities. Government is regarded as a police state.
You must maintain law and order, infrastructure facilities, and protect the country from external rebellion and aggression and internal issues. Law and order keep ചെയ്താൽ മതി. നിങ്ങൾ പോലീസിന്റെ റോൾ ചെയ്താൽ മതി. Economic activities വരണ്ട. Private sector is the hero, according to classical economists. Adam Smith, David Ricardo, പോലെയുള്ള ആളുകൾ, JB said, French economist JB said, supply always creates its own demand, says law of market economy. Okay, പക്ഷേ 1930s അഥവാ 1929 to 1933 the world witnessed great depression. Okay, classical economists പറഞ്ഞതൊക്കെ നിലംപൊത്തി, dismantled like anything. In that circumstances, John Maynard Keynes advocated for strong government intervention in economic activities, that is simply known as fiscal policy. അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ് ഫങ്ഷണൽ ഫൈനാൻസ്. ഫങ്ഷണൽ ഫൈനാൻസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ്. AP ലേണർ അവരെ എക്സ്പ്ലെയിൻ ചെയ്തത്. Then John Maynard Keynes also supported it. The positive role of the government, that is functional finance, the positive role of the government in orderly development of the country, to regulate the economy, to stabilize the economy, to control economic evils. And the economic evils are inflation and deflation and so on. Okay, three കാര്യങ്ങൾ. Now we need to discuss what are the major objectives of fiscal policy. General essay topic ആണ് നമ്മൾ ബിൽഡ് ചെയ്യുന്നത്. Objectives, primary objective എന്താണ്? Economic growth of the country, employment generation, regulate the economy, that is direct the funds to productive areas, regulate ups and downs or inflation, deflation and so on. Okay, objectives of fiscal policy include ensure economic stability by regulating ups and downs in economic activities. Similarly, to achieve rapid rate of economic growth and also ensure equality in the distribution of income and wealth, and elimination of regional and sectoral imbalances, increase in the level of aggregate savings, maximization of the rate of capital formation, maximizing the economic welfare of the people, and also allocation of resources of the economy from less productive uses to more productive and socially more desirable uses. It also aims to promote social justice and also to generate more employment opportunities. Now, we need to discuss, what is the operations of fiscal policy. That is, we have already mentioned that techniques, methods, or measures, or instruments of fiscal policy, that is taxation, or public revenue, public expenditure, public borrowing, and budget. Okay, now we are facing, two issues that, I have mentioned the problem like, economic evils. Okay, economic evils എന്ന് പറയുന്നത് inflation. Inflation എന്ന് പറഞ്ഞാൽ ആളുകളുടെ കയ്യിൽ excess money ഉണ്ട്. Okay, supply of money കൂടുതലാണ്, excess demand ഉണ്ട്, that leads to continuous rise in the general price level, that is inflation, പണപ്പെരുപ്പം. Then second one is deflation, പണച്ചുരുക്കം or economic crisis. Okay, അവിടെ നേരെ ഓപ്പോസിറ്റ് ആണ്. സപ്ലൈ ഓഫ് മണി വളരെ കുറവാണ്, ഡിമാൻഡ് കുറവാണ്, economic activities എന്താണ്? ഡീസലറേഷനിലാണ്, economic സ്ലോ ഡൗൺ ആണ്, ക്രൈസിസ് ആണ്, ഒരുപാട് സംഭവങ്ങൾ. Okay, ഈ രണ്ട് കാര്യങ്ങൾ എന്താണ്? ups and downs അഥവാ ട്രേഡ് സൈക്കിൾ or ബിസിനസ് സൈക്കിൾ. നമുക്കറിയാം അല്ലേ, ഈ കർവ് ഒക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. that is ups and downs. This curve that is proper economic growth, that is stable economic growth. But we can see the problem like this is the business cycle. Okay, four phases വരുന്ന business cycle ആണ് എടുക്കുന്നത്. That is this stage prosperity. നിങ്ങൾക്കറിയാം, ഞാൻ കൂടുതലായിട്ട് അത് പറയേണ്ട ആവശ്യമില്ല. പ്രോസ്പെരിറ്റിയുടെ ടോപ്പിൽ വരുന്നതാണ് ബൂം എന്ന് പറയുന്നത്. Then again recession, right? Recession. Okay, economic slowdown. Then again depression. ഇവിടെ വരുന്നത് depression. Okay, the negative regionിലേക്ക് വരും depression. Then trough. Depression ഏറ്റവും minimum level, bottom level ആണ് trough എന്ന് പറയുന്നത്. Okay, this is about business cycle. Here economic activities you can take time. Here economic activities or economic growth or x and or y axis. That is fiscal policy and as well as monetary policy actually trying to avoid these volatilities or fluctuations or ups and downs. Okay, വളരെ simple ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. So suppose we are facing the problem like inflation. പണപ്പെരുപ്പം.
ആളുകളുടെ കയ്യിൽ കൂടുതൽ പണമുണ്ട്, എക്സസ് ഡിമാൻഡ് ഉണ്ട്, എക്കോണമിയിൽ പണപ്പെരുപ്പമാണ്. That is a continuous rise in the price. Then here the government will use this fiscal policy techniques. During the period of inflation, government will increase tax rate. Okay, നല്ല രീതിയിൽ മനസ്സിലാക്കി നികുതി കൂട്ടും. Okay, നികുതി നിരക്ക് കൂട്ടി വരെങ്കിൽ പുതിയ നികുതി ഇൻട്രൊഡ്യൂസ് ചെയ്യും. നികുതി കൂട്ടിയാൽ എന്താ സംഭവിക്കുക? It will reduce the income of the people, that is disposable income കുറയും. ആളുകളെ കയ്യിൽ ചെലവാക്കാനുള്ള പണത്തിന്റെ അളവ് കുറയും. Then excess demand കുറയും, supply of money കുറയും, inflation പിടിച്ചു കെട്ടാൻ കഴിയും. That is the tool of fiscal policy like taxation. During the period of inflation, government will increase taxes. Okay, tax കൂട്ടുന്നതും disposable income കുറയും. That will reduce the money supply or excess demand. Right. And in the case of public expenditure, government will reduce public expenditure. Another, ആൾക്കാരുടെ കയ്യിൽ കൂടുതൽ പണമാണ്, അപ്പൊ ഗവൺമെന്റ് കൂടുതൽ സ്പെൻഡ് ചെയ്താൽ എന്ത് ചെയ്യും? സപ്ലൈ ഓഫ് മണി കൂടും, വീണ്ടും ഡിമാൻഡ് കൂടും, പണപ്പെരുപ്പം കൂടും. So during the period of inflation, government will cut the level of public expenditure. Then what about public borrowing, public debt, പൊതുകടം? Government will increase the volume of public debt. കാരണം എന്താ? ഗവൺമെന്റ് ട്രഷറി ബില്ലോ അല്ലെങ്കിൽ ബോണ്ട് ഒക്കെ ഇഷ്യൂ ചെയ്തിട്ട് ആൾക്കാരുടെ കയ്യിലുള്ള പണം ഗവൺമെന്റ് കളക്ട് ചെയ്യും. അപ്പൊ ആൾക്കാരുടെ കയ്യിലുള്ള പണം കുറയും, എക്സസ് ഡിമാൻഡ് കുറയും, സപ്ലൈ ഓഫ് മണി കുറയും, അങ്ങനെ പണപ്പെരുപ്പം കുറയ്ക്കാൻ കഴിയും. സിമിലർലി പബ്ലിക് എക്സ്പെൻഡിച്ചർ കുറയുക അഥവാ ടാക്സേഷൻ കൂടുക എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ഫോളോ ചെയ്യുന്ന സർപ്ലസ് ബജറ്റ്. ഓക്കെ, സർപ്ലസ് ബജറ്റ്. ദിസ് ഈസ് ദ ഓപ്പറേഷൻസ് ഓഫ് ദ ഫിസ്ക്കൽ പോളിസി ഡ്യൂറിംഗ് ദ പീരീഡ് ഓഫ് ഇൻഫ്ലേഷൻ. ഓക്കെ, ഇങ്ങനെ ഈ ഇൻഫ്ലേഷന്റെ സമയത്ത് ടാക്സ് റേറ്റ് കൂട്ടുന്നു, പബ്ലിക് എക്സ്പെൻഡിച്ചർ കുറക്കുന്നു, പബ്ലിക് ബോറോയിങ് കൂട്ടുന്നു, ബജറ്റിൽ സർപ്ലസ് ബജറ്റ്, മിച്ച ബജറ്റ് ഫോളോ ചെയ്യുന്നു. ആ പോളിസിക്ക് വിളിക്കുന്ന പേരാണ് കോൺട്രാക്ഷണറി ഫിസ്ക്കൽ പോളിസി. ഓക്കെ, എന്താ വിളിക്കുക? കോൺട്രാക്ഷണറി ഫിസ്ക്കൽ പോളിസി. ഓക്കെ, അതിന്റെ സപ്ലൈ ഓഫ് മണി എന്താണ്? കോൺട്രാക്ട് ചെയ്യണം, കുറയ്ക്കണം. ഓക്കെ, മോണിറ്ററി പോളിസി ടെക്നിക്സിൽ എന്താ ചെയ്യുക? ബാങ്ക് റേറ്റ് കൂട്ടുക, CRR കൂട്ടുക, SLR കൂട്ടുക, അങ്ങനെ പല പരിപാടിയാണ് ചെയ്യുക. ഞാൻ പറഞ്ഞ വീഡിയോസിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നുണ്ട് ലിങ്ക്, നിങ്ങൾക്ക് വീഡിയോ വാച്ച് ചെയ്യാം. ഓക്കെ, see contractionary fiscal policy. Right. On the other hand, if there is deflation, okay, economy deflation ആണ് അല്ലെങ്കിൽ crisis ആണ്, then what will happen? The opposite thing will be applied. And then government will cut tax rate. നികുതി കുറക്കും. Then similarly, government will increase public expenditure. ജോൺ മാനാർഡ് കെയ്ൻസ് അഡ്വക്കേറ്റ് ചെയ്യുന്നതാണ് ക്രൈസിസിൽ നിന്ന്, സ്ലോ ഡൗണിൽ നിന്ന് ഗവൺമെന്റിന് മാത്രമേ എക്കോണമിയെ റിക്കവർ ചെയ്യാൻ സാധിക്കുള്ളൂ. കാരണം എന്താ? പ്രൈവറ്റ് ഇൻവെസ്റ്റേഴ്സ് വേർ നോട്ട് റെഡി ടു ഇൻവെസ്റ്റ്. കാരണം എന്താ? പ്രൈവറ്റ് ഇൻവെസ്റ്റേഴ്സിന്റെ ലക്ഷ്യം എന്താ? മാക്സിമം പ്രോഫിറ്റ് ആണ്. ലാഭം കിട്ടില്ല, നഷ്ടമായിരിക്കും എന്ന് തോന്നുകയാണെങ്കിൽ ഗവൺമെന്റ് ആ പരിപാടിക്ക് വരും. മീൻസ് പ്രൈവറ്റ് സെക്ടർ മേഖലയിലേക്ക് വരും, ഗവൺമെന്റ് വരും. ഗവൺമെന്റിന്റെ ലക്ഷ്യം എന്താണ്? മാക്സിമം സോഷ്യൽ പ്രോഫിറ്റ് ആണ്, നോട്ട് commercial profit, welfare of the people. Okay, so tax rate korkum, public expenditure korkum. Similarly, government will reduce public borrowing athwa public debt korkum. Similarly, government will follow deficit budget. Okay, government endeyum koodal spend cheyum, nigudi ulladokku korkum, adana deficit budget. Okay, പിന്നെ നിങ്ങൾ ആലോചിച്ചു കേരള ബജറ്റ്, ഈ വർഷത്തെ കേരള ബജറ്റ് എന്താണ് അതിന്റെ പ്രത്യേകത? ഒരു നികുതി പോലും എന്താണ് പുതിയത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല, നികുതി നിരക്ക് കൂട്ടിയിട്ടുമില്ല. കാരണം എന്താ? കോവിഡ് ഇൻഡ്യൂസ്ഡ് എക്കണോമിക് ക്രൈസിസ് ആണ്, ആളുകൾ കഷ്ടപ്പാടിലാണ്, പ്രയാസമാണ്, എക്കണോമിക് സ്ലോ ഡൗൺ ആണ്, ക്രൈസിസ് ആണ്. അപ്പൊ ഗവൺമെന്റ് ഫോളോ ചെയ്തത് എന്താണ്? സ്റ്റിമുലസ് ഫിസ്ക്കൽ പോളിസിയാണ്. സ്റ്റിമുലസ് ആണ് ഉത്തേജനം നൽകുക, ടാക്സ് റേറ്റ് കുറക്കുക, ഗവൺമെന്റ് സ്പെൻഡിങ് കൂട്ടുക. നിങ്ങൾ ആലോചിച്ചു കോവിഡിൽ നിന്ന് റിക്കവർ ചെയ്യാൻ വേണ്ടി മാത്രം 20,000 കോടി രൂപയാണ് കേരള ബജറ്റിൽ നീക്കി വെച്ചിട്ടുള്ളത്. That is very amazing. Okay, so this is about deflation and crisis in the സമയത്ത് fiscal policy operations. Tax rate കുറക്കും, public expenditure കൂട്ടും, public debt കുറക്കും, deficit budget ഫോളോ ചെയ്യും. ഇതിന്റെ ഫലമായിട്ട് ആളുകളുടെ കയ്യിലേക്ക് കൂടുതൽ പണം വരും. കാരണം നികുതികൾ കുറക്കാൻ ആളുകൾക്ക് കൂടുതൽ പണം കിട്ടുക, MGNRലേക്ക് കൂടുതൽ ഫണ്ട് ചെലവാക്കുക, അഥവാ പബ്ലിക് എക്സ്പെൻഡിച്ചർ കൂട്ടുക. ഡെറ്റ്, പബ്ലിക് ഡെറ്റ് കുറക്കാൻ ആളുകളുടെ കയ്യിൽ പണം അവിടെ ഉണ്ടാവും. Deficit budget, expenditure is greater than revenue. So people get more income, then it will help the country to recover. ഈ പോളിസിക്ക് വിളിക്കുന്ന പേരാണ് expansionary fiscal policy. എന്താ വിളിക്കുക? Expansionary fiscal policy.
അപ്പൊ ഞാനിവിടെ ഒരു പുതിയ ടേം നിങ്ങളോട് പറയാൻ പോവാണ് നമ്മുടെ സിലബസിന് ബേസ് ചെയ്തിട്ട്. ഇങ്ങനെ അപ്സ് ആൻഡ് ഡൗൺസ് വരുന്ന ബിസിനസ് സൈക്കിൾ, ട്രേഡ് സൈക്കിളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി, എക്കോണമിയെ സേവ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഗവൺമെന്റ് ആവിഷ്കരിക്കുന്ന പോളിസിക്ക് വിളിക്കുന്ന പേരാണ് കോൺട്രാ സൈക്ലിക്കൽ ഫിസ്കൽ പോളിസി. ടേം കേട്ടിട്ടുണ്ട് അല്ലെ? കോൺട്രാ സൈക്ലിക്കൽ ഫിസ്കൽ പോളിസി ഓർ കൗണ്ടർ ഫിസ്കൽ പോളിസി. ഓക്കെ, കോൺട്രാ സൈക്ലിക്കൽ ഫിസ്കൽ പോളിസി എന്ന് പറയുമ്പോൾ എന്താണ്? ഗവൺമെന്റ് ചെയ്യുന്നത് ഇൻഫ്ലേഷനോ അല്ലെങ്കിൽ പണപ്പെരുപ്പമാണെങ്കിൽ ടാക്സ് കൂട്ടുന്നു, പബ്ലിക് എക്സ്പെൻഡിച്ചർ കുറക്കുന്നു. അതുപോലെ ക്രൈസിസ് ആണെങ്കിൽ ടാക്സ് കുറക്കുന്നു, പബ്ലിക് എക്സ്പെൻഡിച്ചർ കൂട്ടുന്നു. ഓക്കെ, അപ്പൊ നല്ല രീതിയിൽ മനസ്സിലാക്കുക. ഇൻഫ്ലേഷൻ ആകുമ്പോൾ ടാക്സ് ആണ് കൂട്ടുക, പബ്ലിക് എക്സ്പെൻഡിച്ചർ കൂട്ടും, സർപ്ലസ് ബജറ്റ് ഫോളോ ചെയ്യും, പബ്ലിക് ബോറോയിങ് കൂട്ടും. ഓക്കെ, ക്രൈസിസ് ആണെങ്കിൽ എന്താ ചെയ്യുക? നേരെ ഓപ്പോസിറ്റ് ആണ്. ടാക്സ് കുറക്കും, പബ്ലിക് എക്സ്പെൻഡിച്ചർ കൂട്ടും, ഡെറ്റ് കുറക്കും, ഡെഫിസിറ്റ് ബജറ്റ് ഫോളോ ചെയ്യും. This is expansionary fiscal policy or fiscal stimulus packages. Fiscal stimulus packages. Here inflation സമയത്താകുമ്പോൾ contractionary fiscal policy. ഇതിനെ ഈ ബിസിനസ് സൈക്കിളിനെ കൗണ്ടർ ചെയ്യും, അതിനെ കോൺട്രാക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് എക്കോണമിയെ സേവ് ചെയ്യുന്ന പോളിസിക്ക് അതിന് വിളിക്കുന്ന പേരാണ് കോൺട്രാ സൈക്ലിക്കൽ ഫിസ്കൽ പോളിസി ഓർ കൗണ്ടർ ഫിസ്കൽ പോളിസി. ഓക്കെ, അതുപോലെ തന്നെ ഇതിന് കോമ്പൻസേറ്ററി സ്പെൻഡിംഗ് എന്ന് പറയാറുണ്ട്. Especially expansionary fiscal policy. Compensate എന്താ? നഷ്ടം. That means നികത്തല്ല, നഷ്ടപരിഹാരം means compensating. കാരണം എന്താണ്? Private investors are not ready to invest. Okay, compensate ചെയ്യുക. ഇതിന് പ്രധാന കാരണം private investors are not ready to invest. ആ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റിന്റെ ഷോർട്ടേജ് ആര് നികത്തുക? ഗവൺമെന്റ് സ്പെൻഡിങ്, ഗവൺമെന്റ് ഇൻവെസ്റ്റ്മെന്റിനോട് നികത്തുക. കോമ്പൻസേറ്ററി ഫിസ്കൽ പോളിസി. അതുപോലെ പമ്പ് പ്രൈമിംഗ്, അനദർ കൺസെപ്റ്റ്. ഗവൺമെന്റ് ഇങ്ങനെ എക്കോണമിയെ കൂടുതൽ സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടി, കൂടുതൽ ഇൻവെസ്റ്റേഴ്സിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി എക്കോണമിയിലേക്ക് പമ്പ് ചെയ്യുക, കൂടുതൽ പമ്പ് പ്രൈമിംഗ്. ഒരു പൈപ്പിലൂടെ ഇങ്ങനെ വെള്ളം ചാടുന്ന പോലെ ഗവൺമെന്റ് സ്പെൻഡിങ് കൂട്ടിയിട്ട് പ്രൈവറ്റ് ഇൻവെസ്റ്റേഴ്സിന് കോൺഫിഡൻസ് കൂട്ടുക, ഒപ്റ്റിമിസം കൊണ്ടുവന്നിട്ട്, ശുഭാപ്തി വിശ്വാസം കൊണ്ടുവന്നിട്ട് എക്കോണമിയെ ബൂസ്റ്റ് ചെയ്യുന്നതാണ് പമ്പ് പ്രൈമിംഗ്. ദാറ്റ് ഈസ് ഓൾസോ എക്സ്പാൻഷണറി ഫിസ്കൽ പോളിസി. ഓക്കെ, ദിസ് ഈസ് അബൌട്ട് ഫിസ്കൽ പോളിസി. ഇവിടെ നമ്മൾ ലിമിറ്റേഷൻസ് ഓഫ് ഫിസ്കൽ പോളിസി ജസ്റ്റ് ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യാറുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാം. ഫിസ്കൽ പോളിസി ആൻഡ് മോണിറ്ററി പോളിസി, ദാറ്റ് ഈസ് പാർട്ട് ഓഫ് എക്കണോമിക് പോളിസീസ്. And you can see these are the techniques of fiscal policy, operations of fiscal policy during the period of inflation, and operations of fiscal policy during the period of crisis. And also think about monetary policy. This is business cycle, contra-cyclical fiscal policy, and like that. Okay. Now we can discuss what are the major limitations of fiscal policy. Limitations of fiscal policy എന്ന് പറയുമ്പോൾ നമുക്കറിയാം fiscal policy that is the tool under the hands of government. അപ്പോൾ ഗവൺമെന്റ് ഒരു പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടി ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യത കൂടുതലുണ്ട്. അതുപോലെ എക്കോണമിയിൽ വേണ്ടത്ര റിസൾട്ട് ഉണ്ടാവില്ലെങ്കിൽ ഒത്തിരി കാര്യങ്ങളൊക്കെ ഒരു ലിമിറ്റേഷൻസ് ആയിട്ട് പറയുന്നുണ്ടെങ്കിലും കോവിഡ് ഇൻഡ്യൂസ്ഡ് ക്രൈസിസ്, കൊറോണ വൈറസ് ഡിസീസസുമായി ബന്ധപ്പെട്ട് വരുന്ന എക്കണോമിക് സ്ലോ ഡൗൺ ഒക്കെ റിക്കവർ ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ഫിസ്ക്കൽ സ്റ്റിമുലസ് പാക്കേജസ് ആസ് വെൽ ആസ് മോണിറ്ററി സ്റ്റിമുലസ് പാക്കേജസ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. Now we can just list out what are the major limitations of fiscal policy. Limitations include fiscal policy is not suitable to solve problems which call for structural adjustment. And also there is the operational limitation. The problem of time lag is acute in the working of fiscal policies. And also there is the problem of how much fiscal action is needed. Okay, then the success of fiscal policy largely depends on a fairly accurate forecasting, means prediction of the course of business cycle, which is an extremely difficult task. In democratic countries like India, much of the public spending is motivated by political rather than economic considerations. Political agenda നടപ്പിലാക്കാൻ ശ്രമിക്കും. And also a vigorous fiscal policy to combat depression may cause a vast increase in public debt, which makes the debt management extremely difficult. Let us find out the topic. You can see the major limitations of fiscal policy. Okay, anyhow, limitations ഒക്കെ പറയുകയാണെങ്കിലും വളരെ പ്രബലമായിട്ടുള്ള ഒരു എക്കണോമിക് പോളിസിയാണ് ഫിസ്ക്കൽ പോളിസി. മോഡേൺ ഗവൺമെന്റ്സ് ഒക്കെ വളരെ എക്സ്റ്റെൻസീവ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഫിസ്ക്കൽ പോളിസി. ഓക്കെ.